ചേട്ടാ 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 സ്ഥലത്തി വേറല്ല ഹോസ്പിറ്റലെത്തി എന്താ പറയാത്ത? അതല്ലേ പറഞ്ഞത്. നേരെ ഇല്ലാത്ത നേരെ ആളെക്കളിയാക്കണ 10 കിലോമീറ്റർ ഓടിയിട്ട് 20 രൂപ ചേട്ട കൈനീട്ടും കേട്ടോ. എടാ നീ ഇത് കൈനീട്ടമായിട്ട് കൂട്ടിയാ മതി. നമ്മൾ ഡെയിലി ബാറിൽ വെച്ച് കാണുന്നതല്ലേ, അപ്പഴ് തരാം. ചേട്ടാ ഞാൻ കൂടി നിർത്തി കാശ് എന്നിട്ട് പോയാൽ മതി. ചേട്ടാ ഇത് എന്റെ ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ. നോക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഓഫ് വേണ്ടിയോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ സ്റ്റീവൻ പെരേര പൊരയിൽ നിന്ന് ഇറങ്ങണ മോന് ഓസാ പാപ്പരസി ഫയൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ. അവളുടെ ഞരമ്പ് രോഗത്തിന് ബലിയാടായി ഞാൻ എന്റെ കിഡ്നി വരെ വിറ്റാണ് ഇപ്പൊ കുടിക്കുന്നത്. അറിയോ നിനക്ക്? ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഹൃദയം വിറ്റ കാശുമായിട്ട് വരാം. എന്നിട്ട് ഐശ്വര്യ മാറിപ്പോയി എനിക്ക് അടിച്ചു മരിക്കണം. അവിടെ വെച്ച് ഞാൻ നിന്നെ സെറ്റിൽ ചെയ്യും. എന്റെ ഹൃദയത്തിന് എന്ത് കിട്ടുമെന്ന് നോക്കട്ടെ. വെയിറ്റ് പ്ലീസ്. സിസ്റ്ററെ, സിസിലിയെ കണ്ടോ? ലാബിലുണ്ട്. ലാബിലോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ വിഷമരുന്നുണ്ട്. എന്റെ ഈശോയെ, ഇല ചെന്ന് മുള്ളേ വീണാലും ഉള്ളി എന്ന് ഇല വീണാലും കേട് നമുക്ക് എന്നെ. ഇവളെന്നെ കുടിപ്പിച്ച് കൊല്ലും. നാറി അവന് സൊള്ളാൻ എന്റെ ഭാര്യയെ കിട്ടിയുള്ളൂ. ഇന്നത്തോളം കൊണ്ട് ഈ പെരേരാരെന്ന് അവൻ അറിയും. അപ്പോ എങ്ങനെ കാര്യങ്ങൾ? അതെ, പുള്ളിക്കാൻ ഉറങ്ങിക്കഴിയുമ്പോ ഒരു മിസ് കോളിന് വിട്ടാ മതി. എനിക്ക് പേടിയാ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഞാനില്ലേ കൂടെ, കൊച്ചു കള്ളി. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്ന മിസ് കോള്. ഇതേതാ പരിചയമുള്ള നമ്പർ? ഓ, നാരായണൻ ചേട്ടൻ. പലിശ അടക്കാത്തതിനെ പിടിക്കാനായിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിക്കാണ് പുള്ളിക്കാരൻ. ഞാൻ ആരാ മോൻ? ആരാ അത്? നമുക്ക് പരിചയത്തെ നമ്പറല്ലേ, നീ അതാലോചിച്ച് ടെൻഷൻ ആവണ്ടെന്നേ. ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് തന്നെ. അതെ, പൊളിച്ചും പാത്തും സുശീലേനെയും ബീനേനെയും വിളിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നോക്കട്ടെ ട്ടാ. നല്ല പരിചയം. ഹലോ, ആരാടി നീ? ആരാടനോ? ആരാ ഈ ആരാടൻ? ഞാനാടി. അതേനാടി? ക്രിസ്റ്റഫർ പെരേര. ചേട്ടനായിരുന്നോ? ചേട്ടനെ ഇൻബോക്സിൽ മെസ്സേജ് വന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ചേട്ടന്റെ കാര്യം പറഞ്ഞ സിസിലി വായിലേക്ക് ഇട്ടോളൂ. എടാ, രണ്ടും കൂടെ ചേർന്ന് എന്നെ കൊലക്ക് കൊടുക്കുന്ന കാര്യമല്ലേ? ആണോ? നീയൊക്കെ അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്റെ ഭാര്യയെ വളച്ചു കുപ്പിക്കകത്താക്കിയ നിന്നെയൊക്കെ നേരിട്ടൊന്ന് കാണാനാ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എനിക്കിപ്പോ അറിയണം, എന്റെ പേരിലെടുത്ത മൊബൈൽ ഫോണിന്റെ ബില്ല് എന്റെ ഒരു കിഡ്നി വിറ്റാണ് ഞാൻ അടച്ചത്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന കിഡ്നി വിറ്റാലും മൊബൈലിന്റെ ബില്ലടക്കാനുള്ള കാശ് കിട്ടുമല്ലോ. കുറച്ച് കൂടുതലും കിട്ടി. പറയടാ, എന്തായിരുന്നു ഡിസ്കഷൻ? അതായത് ചേട്ടാ, രക്തധമനിയിലെ രക്തപ്രവാഹത്തെ കുറിച്ച്, രക്തസംബന്ധമായ സന്തുലനാവസ്ഥയെ കുറിച്ച് ഹെഡ് നേഴ്സ് മെയിൽ നേഴ്സിനോട് ഞരമ്പ് സംബന്ധമായ ഒരു മെഡിക്കൽ ഡിസ്കഷൻ. അത്രയേ ഉള്ളൂ. പോയാ ചുരുക്കി പറഞ്ഞാൽ ഞരമ്പ് രോഗം, അത്രയല്ലേ ഉള്ളൂ. ഞരമ്പും കൂടെ ആവുമ്പോ വലിഞ്ഞു മുറുകും. ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഭൂതക്കാളിയെ നീ കെട്ടിയെടുത്തോടാ. എന്റെ ഹൃദയം വിട്ടെങ്കിൽ എനിക്ക് കുടിക്കാമല്ലോ. എന്റെ അമ്മേ, ഇവരിതെങ്ങോട്ട് പോയി? ചേട്ടൻ എന്നെ ശരിക്കും ഡൈവേഴ്സ് ചെയ്യോ? ചെയ്യും. ഡൈവേഴ്സ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഒന്നും വേണ്ട. ഡൈവേഴ്സ് ചെയ്താ പിന്നെ എനിക്ക് തരാൻ പറ്റിയില്ല. പെട്ടെന്ന് താ. തനിക്ക് 2 തരണത് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. ഇവിടെ കിടന്ന് ഞാൻ തന്നെ വന്ന് ചികിത്സിക്കേണ്ടി വരും. പ്ലേ ഗ്രൗണ്ടിലാകുമ്പോ ഇതൊക്കെ പതിവാ. ബീപ്പിൽ ഉണ്ടായിരുന്നൊരു വേരിയേഷൻ. ടെൻഷൻ മൂത്ത് ഞാനൊന്ന് തലയിറങ്ങി വീണേന് ഇത്ര ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണോ സാറേ? വേണം. ഐ എം സ്റ്റാൻഡിങ് വിത്ത് സൈഡ് ഓഫ് ന്യൂറോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ചെറിയൊരു തളർച്ച. ഫോളോ അപ്പ് ചേഞ്ച് ചെയ്യാട്ടോ. ശരി ഡോക്ടർ. ഏതായാലും ഒരു കാര്യത്തിൽ ഞാനിപ്പോ ഹാപ്പിയാ.
ഒബ്സർവേഷൻ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു പഴയ ക്യാമ്പസ് കയറി വരുന്നൊരു ഫീലിംഗ്. ഒരു കുപ്പിയുണ്ട്, പൊട്ടിച്ചാലോ? നീ അധികം ഫീലബിൾ ആവണ്ട, തൽക്കാലം റെസ്റ്റ് എടുക്കും. ഓക്കെ. അനൂപ്, നീ ഒന്ന് വന്നേ. ആ, എനിക്ക് നിന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഷാൽ വി ഗോ ഇൻസൈഡ്? നീ എന്ത് പറയാണ്ടെന്ന് പറഞ്ഞേ? ഒരുപാടുണ്ട്. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം. ദിലീപ് അവൻ നമ്മളെല്ലാരും വിട്ടു പോവുക. യെസ്, ഹീസ് എ ഡൈയിങ് പേഷ്യന്റ്. ദിലീപിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അനൂപിന് മാത്രമേ രമ്യയോട് പറയാൻ പറ്റൂ. നീ പറയണം. അങ്ങോട്ട് പോട്ടെ. അല്ലപ്പത്തെ വയറ് കൂടാൻ കാരണം ദിലീപേട്ടാ, ഈ ഫുട്ബോൾ കളിച്ച വയറ് കുറയുന്നത് ശരിയാണോ? പിന്നെ ശരിയാ, നിന്റെ അല്ലെന്ന് മാത്രം. പിന്നെ ആരെയാണ്? നിന്റെ വീട്ടുകാരുടെ. അതായത് നീ എന്തെങ്കിലും നല്ല മണിക്ക് പോയാലല്ലേ വീട്ടുകാർ ഭക്ഷണം കഴിച്ച് വയറുണ്ടാക്കൂ. അതുകൊണ്ടാ പറഞ്ഞത്, നീ ഫുട്ബോൾ കളിച്ച് നടന്നാൽ നിന്റെ വീട്ടുകാർ പട്ടിണിയാവും, വയറും കുറയും. അത് കറക്റ്റാ. ദിലീപേട്ടാ, ഓ ദിലീപേട്ടാ, എന്താടാ? ദിലീപേട്ടൻ പെട്ടെന്ന് ആശുപത്രി വരുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? നമ്മുടെ തെക്കനാട്ട് വാസുവിന് നാഗത്തറ കാവിൽ വെച്ച് വിഷം തീണ്ടി. ഇപ്പോ രാവിലെ കാവിലേക്ക് ഇറങ്ങിയതാ. ഇനം ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് പാമ്പിനെ തല്ലിക്കൊന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദിലീപേട്ടൻ പെട്ടെന്ന് പോ. നീ ചെല്ലേ, പോവാ. നിങ്ങൾ പോ. ഓ എടോ, വാസു പാമ്പിനെ കടിച്ചാലും പാമ്പ് വാസുവിനെ കടിച്ചാലും പാമ്പിനെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. വാസു ഇവിടെ, where is the വാസു? എന്താ ഇവിടെ ഒരു ബഹളം? മേഡം അങ്ങോട്ട് ചോദിക്കും. മേഡം ഏതെങ്കിലും പേഷ്യന്റ് കാണാൻ വന്നാണോ? പറയൂ ഷെർലി. ഇന്നലെ 16 മിസ് കോൾ അടിച്ചിരുന്നു. ആ ഫോണിന്ന് കട്ട് ചെയ്തേ. ഏത് നേരം നോക്കിയാൽ ഈ കുന്ത്രണ്ട് എന്റെ ചെവിയിലാണല്ലോ. കട്ട് ചെയ്തു മേഡം. താൻ മദ്യപിച്ചിട്ടുണ്ടോ? നോ ഡോക്ടർ പ്ലീസ്, ഞാൻ മദ്യപിച്ചിട്ടില്ല. അപ്പൊ സ്മെല്ലോ? ആ സ്മെല്ല് അത് കൂട്ടുകാരൻ കള്ള് ഷാപ്പിൽ നിന്ന് വിളിച്ചതാ. അതിന്റെ സ്മെല്ലാ നമുക്ക്. ഷട്ട് അപ്പ്. ഇവർക്ക് എന്താ ആവശ്യം? രമ്യ ഡോക്ടർ, ഇതാണ് ഇപ്പൊ ഇവിടുത്തെ കൺഫ്യൂഷൻ. കൊത്തിയ വാസുവിനെ കൊണ്ടുവരുന്നതിന് പകരം കടിയേറ്റ പാമ്പിനെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആരെ കടിച്ചു എന്നാ? അപ്പൊ ഡോക്ടർ ഒന്നും അറിഞ്ഞില്ലേ? ഡോക്ടറിന്റെ പറമ്പിന്നാ കടിയേറ്റത്. ഞങ്ങളുടെ പറമ്പിന്നോ? എന്നിട്ട് ആളെവിടെ? കണ്ട കാര്യങ്ങൾ കേട്ടപ്പോ മേഡത്തിന് ദേഷ്യം വന്നില്ലേ? ഇതാണ് ഇവിടെ സംഭവിച്ചത്. രമ്യ, വാസുവിന് എന്തേ? കളിക്കടയില ഞാൻ അറിഞ്ഞത്. വിഷമുണ്ടല്ല, ഏതോ ബ്ലോക്കിൽ പെട്ട് കിടക്കണം ഡോക്ടറെ. ബ്ലോക്കിലോ? ആ ട്രാഫിക് ബ്ലോക്കേ. ദേ പാമ്പ് ഇവിടെ എത്തി, പക്ഷേ ആളെത്തിയിട്ടില്ല. ഏതായാലും ഗെറ്റ് ഫാസ്റ്റ്. ആളെത്തുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം. ഓ ശരി ഡോക്ടറെ. രമേശ, നീ ഇന്ന് ഡ്യൂട്ടിക്ക് കയറണ്ട. ഒരു ചെറിയ കുടിയൊഴിപ്പിക്കലുണ്ട് നാഗത്രക്കാവില്. അത് വേണോ? വേണം. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഈ കേസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരും. പെട്ടെന്ന് വാ. ഓക്കെ കിടത്തിക്കോ. പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടാ. പാമ്പ് വെയിറ്റ് ചെയ്യണ്. ശരി, പിടിച്ചോ, ഉന്തിക്കോ. റൈറ്റ് ലെഫ്റ്റ്. നോക്കി പോണേ, കട്ടർ ചാടരുത്. ബ്ലോക്ക് കഴിഞ്ഞോ? ബ്ലോക്കാ ഇപ്പൊ കഴിയും ചേട്ടാ. എന്നെ എന്താ കടിച്ചത്? കടിച്ചതാ കുറച്ച് ഇൻഷുറൻസിന്റെ ഏജന്റുമാര്. വന്ന പാമ്പിന് പോലും ഇത്ര ചാടയില്ല. ചേട്ടൻ കിടന്നേ, മര്യാദക്കറിയില്ലേ? ഞാൻ പിടിച്ച് കടിക്കോട്ടാ. ഞാൻ പിടിച്ച് കടിച്ചാലേ ജീവൻ പോലും കിട്ടൂല. വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഞാൻ കടിച്ചാലേ മെഡിക്കൽ ട്രസ്റ്റ് പോലും എടുക്കൂല. അത്രക്ക് കീടനല്ലേ ഞാൻ അടിക്കണത്. വാസുരാ, ശ്വാസം നന്നായി വലിച്ചേ. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ട് ഡോക്ടർ. എന്തിനാ വെറുതെ കാവിലേക്കൊക്കെ പോയത്? അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ വാസുവേട്ടന്? ഞാൻ സ്ഥിരം വിറക് തേടി പോകുന്നതാ കാവിലേക്ക്. ഏതായാലും വാസുവേട്ടൻ കാരണം ഒരു ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. എന്തിനായിരുന്നു അതൊക്കെ? കൂടുതൽ സംസാരിക്കണ്ട, കിടന്നോളൂ. പേടിക്കാനൊന്നുമില്ല. സിന്ധു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ.
അപ്പൊ ശരി. അല്ല വിശ്വംഭര, ഓ ഇന്നലെ ശരിക്കും എന്തു പാപ എന്നെ കടിച്ചത്? ശ്ശേ, കടിച്ച പാമ്പൻ ചത്തും വിഷം ഉറങ്ങി. അല്ല, ചേട്ടൻ വന്ന് കേറിയപ്പോ മുതൽ ചോദിക്കണല്ല, അറിയാൻ അത്രക്ക് ആഗ്രഹമുള്ളേ. പറഞ്ഞുതരാ. രാജബെമ്പാലയുടെ അളിയൻ സുര